ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചയെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് തിരുനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് പ്രാർത്ഥന എന്ന വിഷയം ആയിരുന്നു. ദൈവഭക്തി ആചരിക്കുമ്പോൾ നമ്മൾക്ക് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നന്നായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ദൈവവചനം ക്രമമായി ധ്യാനിക്കുന്നവരും പഠിക്കുന്നവരുമായിരിക്കണം. മാത്രമല്ല അതിനെ ആസ്പദമായി നമ്മുടെ വിശ്വാസത്തെ നാം ബലപ്പെടുത്തണം, നമ്മുടെ പ്രത്യാശയെ നമ്മൾ ശക്തീകരിക്കണം. മാത്രമല്ല പ്രാർത്ഥനയിൽ നമ്മൾ ക്വാളിറ്റി ടൈം വിനിയോഗിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പ്രായോഗികമായി ക്രിസ്തീയ ഭക്തി, ദൈവഭക്തി ആചരിക്കുന്നതിനുള്ള ബന്ധത്തിൽ ചിന്തിച്ചത്. അപ്പോൾ ദൈവഭക്തിയോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ആത്മീയമായിട്ടുള്ള വർധനയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് നിർത്തിയത് മത്തായി എഴുതിയ സുവിശേഷം 5:44 വാക്യമാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുകയുണ്ടായി. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ വിഷയം ഡെയിലി നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി നമ്മളിത് ടേക്കപ്പ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഒരു രീതിയിൽ ദൈവസന്നിധിയിൽ കുറ്റക്കാരാണ്. കാരണം ഈ സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത്. അതുകൊണ്ട് അക്കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. മറ്റു ചില വാക്യങ്ങളും കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രഹസ്യമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ ജൽപ്പനം ചെയ്യരുത് എന്നുള്ള കാര്യവും നമ്മൾ ദൈവം ഓർപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 7 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം. മതി. ഇപ്പം ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒന്ന് സ്പർശിച്ചിട്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, നമ്മളുടെ പ്രാർത്ഥന അത് രഹസ്യ പ്രാർത്ഥനയായിരിക്കണം. നമ്മൾ ദൈവവുമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പിതാവിൻ്റെ അരികിൽ നമ്മളുടെ ആവശ്യങ്ങളുമായിട്ട് മക്കൾ എന്ന പോലെയാണ് നാം കടന്നു ചെല്ലുന്നത്. അത് വളരെ ലളിതവും ഹൃദ്യവുമായിരിക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ സംഭവിക്കാറുള്ള ഒരു പ്രശ്നം, നമ്മൾ വളരെ യാന്ത്രികമായി പോകാറുണ്ട്. യാന്ത്രികം എന്ന് പറഞ്ഞാൽ ചെയ്ത് ഇനി വേറെ വല്ലയിടത്തും ചിന്തയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊള്ളും. പറഞ്ഞ് മനസ്സിലായല്ലോ. അത്രമാത്രം നമ്മൾ യൂസ് ടു ആയി. ആ പ്രാർത്ഥന കൊണ്ടൊരു ഉപകാരവും വാസ്തവത്തിൽ ഇല്ല. നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മൾ ശരിയായി മനസ്സിലാക്കിയിട്ട് വേണം ഉച്ചരിക്കുവാൻ. ശലോമോൻ രാജാവ് സഭാപ്രസംഗിയിൽ അത് പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ നീ തിടുക്കത്തിലൊരു വാക്കും ഉച്ചരിക്കരുത് എന്ന്. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ വാക്കുകൾ ദൈവസന്നിധിയിൽ ഉച്ചരിക്കേണ്ടത്. നമ്മളുടെ ചിന്ത അവിടെ ഇവിടെയും പാറി നടന്നിട്ട് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ദൈവത്തിന് അക്സെപ്റ്റബിൾ അല്ല. നമ്മളങ്ങനെ ഒരു ആവശ്യവുമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ചെന്നാൽ നമ്മളങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. നമ്മൾക്കറിയാം നമ്മൾ എന്താ പറയുന്നത്. നമ്മുടെ വാക്കുകൾ നല്ല ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി തന്നെ നമ്മൾ സംസാരിക്കും. അങ്ങനെയെങ്കിൽ രാജാധിരാജാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും അതേ ഗൗരവം പ്രാർത്ഥന എന്ന വിഷയത്തിൽ നമ്മൾക്കുണ്ടായിരിക്കണം. വളരെ ശ്രദ്ധയോടുകൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ശ്രദ്ധയോടുകൂടെ നമ്മുടെ വാക്കുകൾ ഒരുപാട് ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവിന് നമ്മൾ പറയുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ നന്നായിട്ട് അറിയും. നമ്മുടെ മക്കൾ നമ്മളുടെ അടുക്കൽ വന്ന്, അപ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കണം, അവനവിടെ ഒരു ഉപന്യാസം ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? ലളിതമായിട്ട് അവന് ഫീസ് അടയ്ക്കണമെന്ന് പറയുമ്പോഴേ നമുക്കതറിയാം. അവന് എത്ര തുക അടയ്ക്കണമെന്നും എപ്പോൾ അടയ്ക്കണമെന്നും ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അവർ പറയുന്നത് നമുക്കിഷ്ടമാണ്. അവർ വന്ന് പറയുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്നത് നമുക്കിഷ്ടമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗസ്ഥ പിതാവ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അവൻ്റെ മുൻപാകെ അർപ്പിക്കുന്നതിന് മുൻപേ അവൻ അറിയുന്നുണ്ട്. പക്ഷെ നമ്മളത് പറയുന്നത് അവന് ഇഷ്ടമാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ച് വാങ്ങണം. വലിയ വലിയ പ്രബന്ധങ്ങളൊന്നും അവിടെ അവതരിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ലളിതമായി നമ്മുടെ ആവശ്യങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുക. നമ്മൾ ബൈബിളിലുള്ള, നിങ്ങളത് സാവധാനം ചെയ്താൽ മതി, ബൈബിളിലുള്ള പ്രാർത്ഥനകളെയൊക്കെ എടുത്തൊന്ന് അവലോകനം ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. നെവർ എ വേർഡ് ഈസ് റിപ്പീറ്റഡ് ട്വൈസ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും 2 പ്രാവശ്യം ഒരേ കാര്യം ഒരു പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കാറില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കർത്താവിന് കൃത്യമായിട്ട് അത് അറിയാം. ഒരു പ്രാവശ്യം ഒരു സെൻറ്റൻസ്, ആ സെൻറ്റൻസ് മതി. നമ്മളുടെ പ്രാർത്ഥന വളരെ ക്ലിപ്തമായിട്ട്, വളരെ ലിമിറ്റഡ് ആയിട്ട്, ബട്ട് മീനിങ് ഫുള്ളായിട്ട് ഇരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം, അത് രഹസ്യത്തിലായിരിക്കണം. പലപ്പോഴും പരസ്യ പ്രാർത്ഥന വളരെ ദീർഘമായി പ്രാർത്ഥിക്കുന്നത് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളും കവർ ചെയ്യണം, പക്ഷെ നമ്മളുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യം അനുസരിച്ചിട്ടല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. ഈ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപന്യാസം എഴുതുമ്പോൾ 2 പേജിൽ എന്താണ് 2 പേജിൽ കൂടാതെ ഉത്തരം പറയാമെന്ന് പറഞ്ഞാൽ ഒരു 10 പേജ് എഴുതി വയ്ക്കും. അവർ വിചാരിക്കുന്ന ഈ 10 പേജ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ധാരാളം കിട്ടുമെന്നാണ്. ഒരു ബുദ്ധിയുള്ള അധ്യാപകൻ ഒരിക്കലും അങ്ങനെയല്ല മാർക്ക് കൊടുക്കുക. ഇൻഫാക്ട് 2 പേജിൽ കവിയരെന്ന് പറഞ്ഞാൽ 2 പേജിനുള്ളിൽ എല്ലാ കണ്ടന്റും വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. വളരെ ദീർഘമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം കൂടുതൽ പ്രസാദിക്കും, അങ്ങനെയല്ല. നമ്മൾ എത്ര ദീർഘമായി പ്രാർത്ഥിച്ചു എന്നുള്ളതിനല്ല ദൈവം വില കൽപ്പിക്കുന്നത്, നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതിനാണ്. വാട്ട് വാസ് അവർ ഇൻറ്റൻഷൻ, വാട്ട് വാസ് അവർ വേർഡ് ആൻഡ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ്. എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, നമ്മളുടെ വാക്കുകൾ എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, ഇതാ ദൈവം നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്രിസ്പി ആയിട്ടുള്ള, ഞാൻ അങ്ങനെ വിളിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള പ്രാർത്ഥന ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ജൽപ്പനം ചെയ്യരുത്. ഇതൊന്നും ഞാൻ സ്പർശിച്ചിട്ട് പോകാം. ദൈവവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വേണ്ടുമെന്ന് നാം അറിയുന്നില്ലല്ലോ. അത് എഴുതിയിരിക്കുന്നതിൻ്റെ ആശയം, ദൈവഹിതപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാൻ ശരിക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യവർത്തിയായിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. പക്ഷേ ഈ വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ചിരി വരാറുണ്ട്. നമ്മളുടെ ഇടയിൽ നന്നായി പ്രാർത്ഥിക്കാൻ ദൈവമക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ഞാൻ പലപ്പോഴും സഭായോഗങ്ങൾക്ക് വന്നിട്ട് തലയിൽ കൈവച്ചിരിക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരാം എന്താണെന്ന്. നിങ്ങൾ വിചാരിക്കരുത് ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന്, പക്ഷേ ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ല. പലപ്പോഴും സഭകളിൽ കൂട്ടുപ്രാർത്ഥനയ്ക്ക് വന്ന് ഒരേ ആൾ പ്രാർത്ഥിക്കുന്നതിനെ അടുത്ത ആളും പ്രാർത്ഥിക്കും, അടുത്ത ആൾ അത് തന്നെ പ്രാർത്ഥിക്കും. ചില സമയം 14 പേർ ഒരു സഭാ കൂടിവരവിൽ പ്രാർത്ഥനാ യോഗത്തിൽ ഒരേ കാര്യം പ്രാർത്ഥിക്കും. ഞാൻ പറയാം, വാട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കർത്താവിന് ഒരാൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തിനാ ആമേൻ പറയുന്നത്? ഈ ആമേൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം പറഞ്ഞതിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നു, സത്യം. അതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. പിന്നെ എന്തിനാ ഈ 14 പേരും ഇതേ കാര്യം പറയുന്നത്? ഇറ്റ് മേക്സ് നോ സെൻസ്. 14 കാര്യങ്ങൾ ദൈവം മുൻപാകെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ നന്ന്. നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ സഭകളിൽ, ഞാൻ ഒരു പക്ഷെ ചിന്തിക്കും, ചെറുപ്പക്കാർ പ്രാർത്ഥനായോഗത്തിന് വരാതിരിക്കുന്ന ഇതുകൊണ്ടുകൂടെ ആണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ഇവർക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ, ഇത് ഒരേ പ്ലെയർ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാ, ഒരേ കാര്യം. എൻ്റെ പ്രിയ ദൈവമക്കൾ, ഇങ്ങനെയല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് സഭയായിട്ട് ചെയ്യുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുകയും എല്ലാവരും ആമേൻ പറയുമ്പോഴും അത് കംപ്ലീറ്റായി. ഞാൻ ഇനിയിപ്പോൾ അതിനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. നമ്മൾക്കിപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്ത് പോയിട്ട് സഭാ ഹാളിനോട് ബന്ധപ്പെട്ട ഒരു ആവശ്യം ഉന്നയിക്കാനുണ്ടെങ്കിൽ യോഗ്യന്മാരായിരിക്കുന്ന 10 പേരാണ് പോകുന്നതെന്ന് കരുതുക. അവർ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്ത് പോയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവർ താൻ ചോദിക്കുകയാണ് എന്താ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിവേദനം കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തന്നോട് പറയുകയാണ്, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാനത് പരിഗണിക്കാം എന്ന് പറഞ്ഞു. നമ്മൾ എഗ്രി ചെയ്തു. അടുത്ത ആൾ അതിലെന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇയാൾ പറഞ്ഞത് തന്നെ അയാളും പറഞ്ഞാലോ? ആദ്യത്തെ പ്രാവശ്യം പ്രസിഡന്റ് ചിലപ്പോൾ ഒന്നും മിണ്ടിയെന്ന് വരില്ല. ഇനി മൂന്നാമത്തെ ആളും അത് തന്നെ പറഞ്ഞാലോ? പുള്ളിക്ക് ഇവർക്ക് എന്തോ
പ്രശ്നമുണ്ട് എന്ന് തോന്നും. 10 പേരും ഇതേ കാര്യം പറഞ്ഞാലോ ജീവിതത്തിൽ പിന്നെ അദ്ദേഹം നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സമയം വെറുതെ മെനക്കെടുത്തുകയാണ്. പ്രാർത്ഥന ശ്രദ്ധയോടുകൂടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഒരു വിഷയം ഒരിക്കലും അവതരിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എല്ലാവരും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെന്താ ഞാൻ പറയുന്നത് വെച്ചാൽ പലപ്പോഴും ഇത് ഞാൻ കണ്ടു മടുത്തിട്ടുണ്ട്. എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് ഒരിക്കലും അങ്ങനെ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടില്ല. ശിഷ്യന്മാരതൊരിക്കലും ചെയ്തിട്ടില്ല. നമ്മളുടെ പ്രാർത്ഥന ക്രിസ്പി ആയിരിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ജൽപ്പനം ചെയ്യരുത്. ഇവിടെ ജൽപ്പനം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡിലല്ല. ഒരേ വാക്യം പല പ്രാവശ്യം ഇങ്ങനെ നമുക്കറിയാമല്ലോ, അക്ഷരാർച്ചന, ലക്ഷ അർച്ചന, ഇങ്ങനെയൊക്കെയുള്ള പല അർച്ചനകളുണ്ട്. ഈ അർച്ചനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരേ കാര്യം പല പ്രാവശ്യം പറഞ്ഞ ദൈവം പ്രസാദിക്കുമെന്നാണ് അവരുടെ നിഘണ്ടുവിൽ പറയുന്നത്. അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ എങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ ദൈവമക്കൾ പോലും പ്രാർത്ഥന എഫക്റ്റീവായിട്ടല്ല പലപ്പോഴും ചെയ്യാറ്. ഞാൻ ഒരു കാര്യം പറയാം. കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഒരു വിഷയം ഒരാൾ പ്രാർത്ഥിച്ചാൽ വല്ലത് വിട്ടുപോയാൽ മാത്രമേ വേറൊരാൾ അത് ക്യാരി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നിങ്ങൾ ആമേൻ പറയുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. മറ്റൊരിക്കൽ വേണമെങ്കിൽ അത് ആവർത്തിക്കാം. അന്ന് തന്നെ അത് ആവർത്തിക്കുന്നതിലൊരർത്ഥവും ഇല്ല. ജൽപ്പനം ചെയ്യരുത്. മാത്രമല്ല, നമ്മൾ രഹസ്യ പ്രാർത്ഥന ചെയ്യുമ്പോൾ അത് ലോകം മുഴുവൻ കാണാനായിട്ടോ ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വരുത്താനായിട്ടോ ഒന്നും ശ്രമിക്കരുത്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ചില വ്യക്തികളെ ദൈവവചനത്തിൽ തന്നെ കർത്താവ് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പരീശന്മാർ അവർ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്? തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇഷ്ടം. കാരണം എന്തിനാ? മനുഷ്യർ കാണണം. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഭക്തന്മാരാണെന്ന് ലോകം അറിയണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാശീലം വരുത്തുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രമാത്രം ദീർഘമായി നാം പ്രാർത്ഥിച്ചു എന്നല്ല, എങ്ങനെ നാം പ്രാർത്ഥിച്ചു എന്നാണ് ദൈവം നോക്കുന്നത്. എത്ര സമയം ഞാൻ പ്രാർത്ഥിച്ചു എന്ന് മറ്റുള്ളവരെ നാം ധരിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഇൻഫാക്റ്റ് ഞാൻ ബൈബിൾ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എല്ലാ ദിവസവും 4 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ഇല്ല. കർത്താവ് ചിലപ്പോൾ രാത്രികൾ മുഴുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറ്റു ചിലപ്പോൾ പകൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറ്റു ചിലപ്പോൾ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മറ്റു ചിലപ്പോൾ അല്പം കൂടെ ദീർഘമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ആവശ്യബോധം നിമിത്തം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന. അതായിരിക്കട്ടെ നമ്മുടെ സ്റ്റൈൽ. എപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ അപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് രഹസ്യത്തിൽ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക. അതാണ് പ്രാർത്ഥന എന്നുള്ളതുകൊണ്ട് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം മത്തായി സുവിശേഷം 26:41 നാം വായിക്കുന്നു. മത്തായി 26:41. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. അപ്പസ്തോലന്മാർ കർത്താവിനോട് കൂടെ ഗത്സമന തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ വെച്ച് അവർ ഉറങ്ങുകയായിരുന്നു. കർത്താവ് അവരോട് പറഞ്ഞു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അടുത്തത് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. എന്താ സംഭവിച്ചത്? പത്രോസ് തെറ്റിപ്പോയി. ശിഷ്യന്മാർ കർത്താവിനെ വിട്ട് ഓടിപ്പോയി. അവർക്ക് ആർക്കും കർത്താവിനോട് കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ വിചാരിക്കും പത്രോസ് മാത്രമേ പറഞ്ഞത് ഞാൻ നിന്നെ തള്ളി പറയില്ല എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ? അവരെല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. ശിഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. ഞങ്ങളൊന്നും നിന്നെ വിട്ടൊന്നും ഓടിപ്പോവില്ല, ഞങ്ങൾ നിന്നെ തള്ളിയൊന്നും പറയില്ല. എല്ലാവരും പറഞ്ഞു. പത്രോസാണ് ലീഡ് ചെയ്തത് എന്ന് മാത്രമേ ഉള്ളൂ. പത്രോസും തള്ളി പറഞ്ഞു. ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അത് തിരുവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. മാത്രമല്ല ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ നാം എഴുതുന്നുണ്ട്, അഭിഷിക്തൻ 69 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. അതങ്ങനെ സംഭവിക്കേണ്ടതാണ്. പക്ഷേ ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അതെന്താ പറ്റിയേ? കർത്താവ് അവരോട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. 3 വട്ടം കർത്താവ് അതേ കാര്യം അവരോട് പറഞ്ഞു. അവരുറങ്ങി. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷകൾ ശത്രു കൊണ്ടുവരുമ്പോൾ നമ്മൾ തോറ്റുപോകാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന ആയുധം നമുക്ക് ഉണ്ടായിരിക്കണം. ഞാനത് ഈ നാളുകളിൽ വളരെ അനുഭവിച്ചു വരികയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കൂടുതൽ വ്യാപൃതനാകും തോറും കുടുംബത്തിൽ നല്ല അറ്റാക്കാണ്,
കുടുംബത്തിൽ, പ്രത്യേകിച്ച് പിള്ളേരോട്. അത് രാത്രികളിലാണ് കൂടുതലും. കണ്ണ് തുറക്കുമ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി, കണ്ണ് തുറക്കുമ്പോഴൊക്കെ. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ അറ്റാക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ദൈവജനമേ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മൾ വിചാരിക്കരുത് പരീക്ഷ നമുക്കുണ്ടാവില്ല എന്ന്. ഇല്ല, നമ്മളെ കണ്ണ് വച്ചിരിക്കുന്ന അനേകർ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. നമ്മൾ വിചാരിക്കരുത് ആരും നമ്മളെ കാണുന്നില്ല എന്ന്. നമ്മളെ കാണുന്നവരുണ്ട്, നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ട്. അന്ധകാര സേന നമുക്ക് നേരെ വളരെ ആക്റ്റീവാണ്. അത് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. ദൈവമക്കളെ വീഴ്ത്തുവാൻ തക്കവണ്ണം പ്രതിയോഗി വളരെ ശക്തമായി നടക്കുന്ന കാലഘട്ടം തന്നെയാണിത്. അവൻ അന്ത്യകാലത്ത് അത് കൂടുതൽ തീവ്രം ആക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ ഇനി അല്പകാലമേ ഉള്ളൂ എന്ന് അവന് നന്നായിട്ട് അറിയാം. പ്രാർത്ഥനയ്ക്ക് വളരെ സമയം നമ്മൾ വ്യക്തിപരമായി ചെലവഴിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എപ്പോഴൊക്കെ നമുക്ക് ഒരു ഫീലിംഗ് തോന്നുമ്പോൾ, രാവിലെ ആവട്ടെ വൈകിട്ടാവട്ടെ എന്നല്ല, അപ്പോൾ പോയി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ എപ്പോഴും മുറ്റിരിക്കുക. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. ലൂക്കോസ് 18:1 കൂടെ വായിച്ച് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. ലൂക്കോസ് 18:1. അതെ, അത് അത്രയും വായിച്ചാൽ മതി. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതെന്താണ്? നമ്മൾ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് വരും. കാരണം ആൻസർ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അത് കാരണമുണ്ട്. കർത്താവിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയില്ല. കർത്താവ് തക്ക സമയത്ത് അത് ചെയ്യും. കർത്താവിൻ്റെ സമയം നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കരുത് കർത്താവ് ഉത്തരം തരികയില്ല എന്ന്. അങ്ങനെയല്ല. നമ്മൾ നിരന്തരമായി ആ വിഷയം ദൈവസന്നിധിയിൽ വയ്ക്കണം. കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് അക്കാര്യത്തിൽ നമുക്ക് ഉത്തരം നൽകും. അതുകൊണ്ടാണ് ഇവിടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാലമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. മടുക്കണ്ട. കർത്താവ് അതിന് തക്ക സമയത്ത് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അത് കർത്താവാണ് പഠിപ്പിച്ചത്, മടുത്തു പോകാതെ അപ്പോൾ കർത്താവ് ഇത് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താ? തൻ്റെ സ്വഭാവമാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വഭാവമാണ് ഈ പറയുന്നത്. ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുകയില്ല. ആ ഉപമ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപനെ കുറിച്ചാണ്. എന്നാൽ ആ മനുഷ്യൻ പോലെ അവസാനം പറയുന്നത്, ഇവൾ വന്ന് എന്നെ ഒരു അടി അടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ആ കാര്യം നടത്തി കൊടുക്കും. എന്നിട്ട് അതിന് താഴെ എഴുതിയിരിക്കുന്നത്, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കുക. അവൻ അനീതിയുള്ളവനായിട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാതിരിക്കുമോ എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും ഉത്തരം നൽകും. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തായിരിക്കില്ല ആ ഉത്തരം ലഭിക്കുന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്ക് ഒരു സമയം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. ദൈവഭക്തന്മാരായിട്ട് ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു പങ്ക്ച്വാലിറ്റി നമ്മൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ ഒരു തീരുമാനമൊക്കെ ഞാൻ എടുത്തു, രാവിലെ തന്നെ പ്രാർത്ഥിക്കണം. ഞാനത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനത് പാലിക്കാതെ ഒരു ദിവസം പാല് വാങ്ങാൻ പോയി. അന്ന് സ്കൂട്ടർ താഴെ വീണു. അതോടുകൂടെ വളരെ ക്ലിയറായിട്ട് മനസ്സിലായി, ഇത് ദൈവം എന്നെ ഒന്ന് ചെവിക്ക് പിടിച്ചതാണ്. ഞാനൊരു തീരുമാനമെടുത്തതാണ്, രാവിലെ പ്രാർത്ഥിക്കാതെ പുറത്തു പോവില്ല എന്ന്. അന്ന് പുറത്ത് പോവുകയും ചെയ്തു, വീഴുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ അക്കാര്യം നിർത്തി, പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോകും. അപ്പോൾ ചില ദിവസങ്ങളിൽ അപ്പോൾ നേരത്തെ പോകേണ്ടി വന്നാലോ, അതിനനുസരിച്ച് നേരത്തെ ഞാൻ എഴുന്നേൽക്കാൻ പഠിച്ചു. പറയുന്നതിൻ്റെ ആശയം മനസ്സിലായോ? കർത്താവിനോടൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക. അത് മാത്രമല്ല, അത് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഞാൻ ഈ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്, വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ചില സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. നീക്കുപോക്കുകൾക്ക് അവനിൽ സ്ഥാനം ഇല്ല. രാവിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനത്തിന് മുമ്പാകെ ഇരിക്കാൻ പഠിക്കണം. രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കണം. ഇത് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ വ്യക്തിപരമായി കൃത്യമായി പാലിക്കുന്നില്ല എങ്കിൽ, ഭക്തനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് പാലിക്കാൻ തുടങ്ങിക്കോ. കാരണം ദൈവഭക്തന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു.
ദൈവഭക്തന്മാരങ്ങനെയാണ്. അവർക്ക് ആദ്യം ചെയ്യാനായിട്ടുള്ളത് അവരുടെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ടാണ് ഡേ ആരംഭിക്കേണ്ടത്. അവനോട് ആലോചന ചോദിച്ചിട്ടാണ് ദിവസം ആരംഭിക്കുന്നത്. അവനിൽ നിന്ന് കേട്ടിട്ടാണ് അവൻ്റെ ദിവസം ആരംഭിക്കേണ്ടത്. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയിട്ടുള്ള പ്രഭാത ഗീതങ്ങളിലൊക്കെ ഇത് അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതത്തിൽ ചെന്ന് ആണ് ആരംഭിക്കേണ്ടത് ദിവസം എന്നുള്ളത്. അവരൊക്കെ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് വളരെ സുഖകരമായ ഒരു കാലഘട്ടമാണ്. കമ്പയർഡ് ടു അവരുടെ കാലഘട്ടവുമായിട്ട് നാം താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നവരാണ്. സ്വിച്ച് ഓൺ ചെയ്യാൻ ലൈറ്റ് വരും. അന്ന് അവരത് എഴുതിയ കാലഘട്ടത്തിൽ പലപ്പോഴും വെളിച്ചം പോലും ഇല്ലാത്ത കാലഘട്ടത്തിലൊക്കെ അവർ എഴുതിയത്. പക്ഷെ അവർക്കതൊരു പ്രയാസമായിരുന്നില്ല. അവരത് അനുവർത്തിച്ചു പോന്നിരുന്നു. അതുകൊണ്ടാണ് അവർ ഭക്തന്മാരായിരുന്നത്. ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ 4 കാര്യങ്ങൾ, വചനപഠനം, വിശ്വാസം, പ്രത്യാശ, പ്രാർത്ഥന, ഈ 4 കാര്യങ്ങൾ നാം ക്രമീകരിക്കണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. ഇക്കാര്യത്തിൽ ഒരു നീക്കുപോക്കും നമുക്കുണ്ടാകരുത്. വിട്ടുവീഴ്ചയില്ലാതെ ഇത് പാലിക്കാൻ ശ്രമിക്കുക. ഇതൊരു ഭക്തൻ്റെ മുഖമുദ്രയായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നാം സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നീട് അത് റോൾ ഔട്ട് ചെയ്യേണ്ടത് ഫാമിലിയിലേക്കാണ്, നമ്മുടെ കുടുംബത്തിലാണ് രണ്ടാമത് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ പറയാം, പലപ്പോഴും പിന്മാറ്റത്തിൽ പോയിട്ടുള്ള മക്കളെ ഞാൻ സംസാരിച്ച് ഇടപെട്ടിട്ടുള്ളപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അവരുടെ കുടുംബത്തിൽ ശരിയായ ഭക്തിയില്ല എന്നുള്ളതായിരുന്നു. പലപ്പോഴും അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വിഷയം. ഭക്തിയിൽ മക്കളെ വളർത്തുന്നതിൽ മാതാപിതാക്കന്മാർക്ക് പറ്റുന്ന തെറ്റാണ് മക്കളെ പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്, അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, അത് സത്യമാണ്. അതിനൊരിക്കലും മാറ്റം വരാൻ പറ്റില്ല. അത് അരുളി ചെയ്തവൻ സത്യവാനാണ്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തിയാൽ മാത്രമേ അവർ നിൽക്കേണ്ടതുപോലെ നിൽക്കുകയുള്ളൂ. ആദ്യമേ എൻ്റെ ജീവിതത്തിൽ വേണം. അതാണ് ഞാൻ ആദ്യം വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാൻ പോയത്. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത് എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. അവരോട് ഞാൻ പറഞ്ഞാൽ അവർക്ക് ചിരി വരും. പറഞ്ഞ് ചിരിച്ചില്ലെങ്കിൽ ഉള്ളിൽ ചിരിക്കും. അപ്പൻ പോയി ആദ്യം ഒന്ന് കാര്യങ്ങളൊക്കെ നേരെയാക്കുക, എന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒന്ന് ശരിപ്പെടുക. അത് ഞാൻ സ്റ്റഡി ആക്കി കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ കുടുംബത്തിലേക്ക് അത് കൊണ്ടുവരണം. എല്ലാ കുടുംബങ്ങളും ദൈവഭക്തിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനത്തിനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ ആശ്രയമായിരിക്കണം. അത് നമ്മൾ പ്രയോഗിക്കുകയും വേണം. അഥവാ അതിന്മേൽ ശരിയായ വിശ്വാസമുണ്ടായിരിക്കണം. അതിനെ ആസ്പദമായി നല്ല പ്രത്യാശയോടുകൂടെ നാം ജീവിക്കണം. ഞാൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, കുടുംബമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നിൽക്കുന്ന നിൽപ്പ് നോക്കിയിട്ടാണ് നമ്മളുടെ മക്കൾ ധൈര്യം പ്രാപിക്കുന്നത്. ഞാൻ രോഗം വരുമ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞാൽ മക്കൾ വിശ്വാസത്തിൽ ഒരിക്കലും നിലനിൽക്കുകയില്ല. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന കാര്യം, അവരുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കുന്നത് എൻ്റെ ദൈവത്തിലുള്ള ആശ്രയം ശരിയല്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിട്ട് നമ്മുടെ കുടുംബത്തിന് മുൻപാകെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. പലപ്പോഴും കുടുംബത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ കുറവായിട്ട് തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ രാവിലത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് 100% മാൻഡേറ്ററി ആയിരുന്നു. ഇപ്പോഴത് ചെയ്യുന്നവരുണ്ട്, ഞാനില്ല എന്നല്ല കേട്ടോ പറയുന്നത്, നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ജോലിയുടെ മാറ്റം, ജീവിത രീതികളുടെ മാറ്റം ഒക്കെ ഇപ്പോൾ പലപ്പോഴായിട്ട് കുടുംബങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ നഴ്സിംഗ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ്.
പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ അതിനൊരു പ്രശ്നമുള്ള മേഖലയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഷിഫ്റ്റ് ബേസ്ഡ് ആണ് ഈ ജോലി. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവശ്യ സർവീസാണ്, ഷിഫ്റ്റ് ആവശ്യവുമാണ്. കാരണം രോഗിക്ക് അങ്ങനെയാണല്ലോ എൻ്റെ ആവശ്യകത. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കുടുംബ പ്രാർത്ഥന പലപ്പോഴും രണ്ടുപേരും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോകാറുണ്ട്. ഞാനതിനെ ഒരിക്കലും ഒരു കുറ്റമായിട്ടൊന്നും വ്യാഖ്യാനിക്കുകയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് തന്നെ. എന്നാൽ ഞാൻ പറയുന്നത്, ഒരാളില്ല എങ്കിൽ മറ്റേയാൾ ആ ഉത്തരവാദിത്തം മക്കളുടെ മുമ്പാകെ നന്നായി നിവർത്തിക്കണം. അമ്മയില്ല എങ്കിൽ അപ്പൻ ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കണം. അപ്പനും അമ്മയുള്ളപ്പോൾ നിർബന്ധമായും അത് ചെയ്തിരിക്കണം. ഇക്കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കൊടുക്കരുത്. കുടുംബത്തിൽ നമ്മൾ ദൈവഭക്തി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മക്കൾ പുറത്തു പോയാലും ദൈവഭക്തരായി ജീവിക്കുകയുള്ളൂ. ഇത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഇക്കാര്യത്തിൽ വീഴ്ചകൾ വിശ്വാസ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. മക്കളെ അങ്ങനെ തോന്നിയതുപോലെ ഇക്കാര്യത്തിലൊന്നും വിടാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ കുടുംബത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. 2 തിമോത്തിയോസ് 1:4-5 വരെ നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. 2 തിമോത്തിയോസ് 1:4-5 വരെ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ വാക്യം തിമോത്തിയോസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നതാണ് ഈ ഭാഗം. അവിടെ ശ്രദ്ധിക്കേണ്ട പദം, തിമോത്തിയോസ് ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ആ ദൈവഭക്തിക്ക് ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണമാണ് ഇവിടെ പറയുന്നത്. ആ കാരണം, ആ വിശ്വാസം അവൻ്റെ വലിയമ്മ എന്ന ട്രാൻസ്ലേഷൻ നമ്മുടെ ഭാഷയിൽ, തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അമ്മൂമ്മയുടെ പക്കലുണ്ടായിരുന്നു. അമ്മ ലോവീസിലും ഉണ്ടായിരുന്നു. വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് മുന്നോട്ട് പോകാം. ഒന്നാമത്, തിമോത്തിയോസ് എന്തുകൊണ്ട് ദൈവഭക്തനായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് 2 സ്ത്രീകൾ ഉത്തരവാദികളായിരുന്നു. അവൻ്റെ വലിയമ്മയും അവൻ്റെ അമ്മയും, ഗ്രാൻഡ് മദറും ഈ കൊച്ചു തിമോത്തിയോസിനെ വിശ്വാസം അഭ്യസിപ്പിച്ചിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മാതാക്കളുടെ ശ്രദ്ധയേറിയ ഇടപെടലാണ് തിമോത്തിയോസ് വിശ്വസ്തനായ ഒരു മകനായി തീരാനായിട്ടുള്ള മുഖ്യമായ കാരണം. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന വേളയിൽ അവരോട് ഇടപെടുന്നത്, അവരെ ഭക്തിയുടെ മാർഗത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ഈ വാക്യം വെളിപ്പെടുത്തുകയാണ്. കാരണം തൻ്റെ ഗ്രാൻഡ് മദറും തൻ്റെ മദറും ഇക്കാര്യത്തിൽ ശ്രദ്ധാലുക്കൾ ആയിരുന്നു. അതുകൊണ്ട് തിമോത്തിയോസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പല പ്രാവശ്യം വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവനെ പോലെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന വേറെ ആരും ഇല്ല. അവൻ ദൈവഭക്തനായിരുന്നു. വിശ്വസ്ത മനുഷ്യരെ ഈ ഉപദേശങ്ങൾ നീ വരമേൽപ്പിക്കണമെന്ന് പറയുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനായിരുന്നു. കർത്താവിൻ്റെ കഷ്ടതയിൽ അവൻ ഓഹരിക്കാരനായിരുന്നു. ജയിലിൽ കിടക്കേണ്ട അവസ്ഥ അവനുണ്ടായിട്ടുണ്ട്. ഈ എല്ലാ സാക്ഷ്യത്തിൻ്റെ വാക്യങ്ങളും കാണിക്കുന്നത് തിമോത്തിയോസ് വളരെ ഭക്തനായ ഒരു മനുഷ്യൻ ആയിരുന്നു. അതിനൊരു കാരണം അവൻ്റെ അമ്മൂമ്മയും അവൻ്റെ അമ്മയും ആയിരുന്നു. ഇനി 2ാമത്തെ കാര്യം ഞാൻ അവിടെ പറയാൻ പോകുന്നതും ശ്രദ്ധിക്കണം. ഇവിടെ ഒരു അപ്പനില്ല ഈ പ്രസ്താവനയിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? അതിന് കാരണം എന്താണെന്നറിയാമോ? ലോവീസ് വിവാഹം കഴിച്ചത് ഒരു യവനനെ ആയിരുന്നു. തിമോത്തിയോസ് യഹൂദ അമ്മയും യവനനായ അപ്പനും ഉള്ളവനായിരുന്നു. യവനന് ദൈവവചനം പഠിപ്പിക്കാൻ അറിയില്ല. അതിൻ്റെ ഒരു വീക്ക്നെസ് എവിടെ ഉണ്ടായിരുന്നു? തിമോത്തിയോസിൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ദൈവവചനം എടുത്ത് പഠിക്കുമ്പോൾ ബൈബിൾ വചനം പഠിപ്പിക്കാൻ ആരോടാ പറഞ്ഞിരിക്കുന്നത്? മക്കളെ വചനം പഠിപ്പിക്കുന്നത് അപ്പന്മാരോടാ പറഞ്ഞിരിക്കുന്നത്. പഥ്യവചനത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. അപ്പന്മാർക്കാണ് ആ ഉത്തരവാദിത്വം ഉള്ളത്. പുതിയ നിയമത്തിൽ അമ്മമാരോട് വചനം പഠിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ചെയ്യുന്നത് ഏറ്റവും അഭികാമ്യമാണ്. അതാണ് നിങ്ങൾ മാതൃകയാണ് ഈ കാണുന്നത്.
പക്ഷേ പറഞ്ഞിരിക്കുന്നത് അപ്പന്മാരോടാണ് വചനം പഠിപ്പിക്കുക. എന്നാൽ അങ്ങനെ ഒരു ഭാഗ്യം ആർക്കുണ്ടായിരുന്നില്ല? തിമോഥെയോസിനുണ്ടായിരുന്നില്ല. അതിന് കാരണം ഒരു വിവാഹത്തിൽ വന്ന പ്രശ്നം. എങ്കിലും ലോവിസ് അതുപോലെ യൂനിക്ക അവർ വളരെ ശ്രദ്ധാലുക്കൾ ആയിത്തീർന്നു. യൂനിക്കയുടെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ തെറ്റാണ് ഒരു യവനനെ പോയി കല്യാണം കഴിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ദോഷം ആ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ദോഷം തിമോഥെയോസിന് വരാതിരിക്കാൻ അവർ ശ്രദ്ധാലുക്കളായിരുന്നു. അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. അപ്പന്മാർക്കാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി വചനത്തോടുള്ള ബന്ധത്തിൽ കുടുംബത്തെ നയിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചെയ്തു വരുന്ന ഒരു പ്രാക്ടീസ് ഞാൻ പങ്കുവയ്ക്കാം നിങ്ങളുമായിട്ട്. നമ്മൾ പലപ്പോഴും ഞാൻ പല കുടുംബങ്ങളിലും പോയിട്ടുള്ള, കുറ്റമായിട്ട് പറയുകയല്ല കേട്ടോ, ഞാനൊരു കുറ്റം പറയാൻ ആളല്ല, ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുകയില്ല. ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് വേണം. പലപ്പോഴും ഈ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചടങ്ങ് പോലെയായി തീരാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ 2 പാട്ട് പാടണം, ചിലപ്പോൾ ഒരു പാട്ട് പാടണം, അത് കഴിഞ്ഞു ബൈബിൾ വായിക്കണം. ചിലയിടത്ത് പുതിയ നിയമം രാവിലെ വായിക്കും, വൈകിട്ട് പഴയ നിയമം വായിക്കും, ഓർ വൈസ വേഴ്സ, എങ്ങനെയെങ്കിലും ആവാം. ചിലയിടത്ത് പഴയ നിയമം പുതിയ നിയമം ഒരേ സമയം വായിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വായിക്കലേ നടക്കാറുള്ളൂ. ഒരക്ഷരം അതിൽ നിന്ന് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ ഒരു കാര്യം പറയാം, അതൊരിക്കലും മാതൃകാപരം അല്ല. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, വചനം വായിക്കേണ്ടതല്ല, അത് പഠിക്കേണ്ടതാണ്. ഞാനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറഞ്ഞു തരാം. നാളെ കുടുംബ പ്രാർത്ഥനയിൽ വായിക്കേണ്ട ഭാഗം ഞാൻ ഇന്ന് എൻ്റെ പേഴ്സണൽ പ്രയറിലെടുത്താൽ നാളെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ എന്തെങ്കിലും കാണും. ഞാനത് ചെയ്യാറുള്ളതാണ്. ഞാൻ ഇന്ന് വായിക്കുന്നത് നാളെ എൻ്റെ കുടുംബത്തിൽ വായിക്കുന്ന ഭാഗമായിരിക്കും. ഞാനിരുന്ന് പഠിക്കുക അതാദ്യം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കൾക്ക് കേവലം ഭൗതിക ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവരെ ആത്മീകന്മാരുമായിട്ട് തീർക്കണം. അതിനവർക്ക് ആത്മീയ ഭക്ഷണം കൊടുക്കണം. ഞാൻ തയ്യാറുള്ളവനല്ല എങ്കിൽ എങ്ങനെ ഞാൻ അവരെ ഫീഡ് ചെയ്യും? നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സൺഡേ സ്കൂളൊക്കെ ഉണ്ടല്ലോ, സഭയുണ്ടല്ലോ, അത് നോക്കിക്കൊള്ളുമെന്ന. എൻ്റെ പ്രിയ സഹോദര സഹോദരി, അങ്ങനെയല്ല. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെ സഭ ബൈബിൾ പഠിപ്പിക്കണമെന്ന് വായിക്കുന്നില്ല. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ, സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. രക്ഷിക്കപ്പെടുന്നത് വരെ കുഞ്ഞുങ്ങൾ സഭയുടെ അംഗങ്ങളല്ല. ഞാൻ പറയുന്ന സഭ മനസ്സിലായല്ലോ, കർത്താവിൻ്റെ മാർമിക ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളല്ല. സഭയിൽ അവർ വരുന്നുണ്ടാവും ഇവിടെ, പക്ഷേ സഭയുടെ അംഗങ്ങളല്ല അവർ. അവരെ വചനം പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇരിക്കുന്നത് സഭയ്ക്കല്ല. പിന്നെയോ അത് മാതാപിതാക്കന്മാരുടെ കൈകളിലായിരിക്കുന്നത്. ബൈബിളെടുത്ത് പഠിച്ചോളൂ. ബൈബിളിൽ എങ്ങും മറ്റൊരു വാക്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാ ലേഖനങ്ങളിലും ആവർത്തിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അപ്പന്മാരോടാണ്. മക്കളെ ദേഷ്യം പഠിപ്പിക്കരുത്, മക്കളെ വചനം പഠിപ്പിക്കണം, പത്യോപദേശം അവരെ അഭ്യസിപ്പിക്കണം. ഇതൊക്കെ അവരോടാ പറഞ്ഞിരിക്കുന്നത്. കുടുംബമാണ് അവർക്ക് വചനം കൊടുക്കേണ്ട സ്ഥലം. അല്ലാതെ സഭയ്ക്കകത്ത് അത് പ്രതീക്ഷിക്കുന്നത്. സഭ നല്ല കാര്യമാണ് ചെയ്യുന്നത്, സഭ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യം കേട്ടോ, അത് ഞാൻ എതിരല്ല. പക്ഷേ അവിടെയല്ല വാസ്തവത്തിൽ വചനം പഠിപ്പിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ഭവനത്തിലാണ്. സഭയ്ക്കകത്ത് വചനം പഠിക്കേണ്ടത് രക്ഷിക്കപ്പെട്ടവരാണ്. കാരണം അവർക്കാണ് അതിനുള്ള ഗിഫ്റ്റുകൾ ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. പലപ്പോഴും കുഞ്ഞുങ്ങൾ ഭവനത്തിൽ ഒന്നും കിട്ടുന്നവരല്ല. ആത്മീയമായിട്ട് വെറുതെ വായിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും, കാര്യം കഴിഞ്ഞു. അത് മാറ്റുക. ദൈവഭക്തന്മാരങ്ങനെയല്ല. നിങ്ങൾ പഴയ നിയമം എടുത്ത് വായിച്ചാൽ ന്യായപ്രമാണത്തെക്കുറിച്ച് കൊടുക്കുമ്പോൾ അവരോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ നിന്റെ വീട്ടിലിരിക്കുമ്പോൾ മക്കളോട് ഉപദേശിച്ച് കൊടുക്കണം. ഈ ന്യായപ്രമാണം അത് പുരോഹിതന്മാരോടല്ല പറഞ്ഞേക്കണേ, വീട്ടിൽ അപ്പനോടാ പറയുന്നത്. നിന്റെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. പഴയ നിയമത്തിലും അത് അങ്ങനെ തന്നെയാണ്, പുതിയ നിയമത്തിലും അത് അങ്ങനെ തന്നെ ആണ്. ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ആരെങ്കിലും കുടുംബത്തിൽ വചനം പഠിപ്പിക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ പിതാക്കന്മാരോടാണ് പറയുന്നത്, നിങ്ങൾ വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ അത് പഠിപ്പിക്കാൻ ആരംഭിച്ചു കൊള്ളുക.
ബൈബിൾ പഠിപ്പിക്കേണ്ടത് കുടുംബത്തിലാണ്. അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുവാൻ മുതിരുമ്പോൾ ഒന്നാമത് നിങ്ങൾ പഠിക്കും, രണ്ടാമത് നിങ്ങളുടെ മക്കളും വചനം പഠിക്കും. ഈ രീതി നിങ്ങൾ ശരിയായി പ്രാക്ടീസ് ചെയ്താൽ ഞാൻ പറയാം, അവർ വിവാഹിതരാകുമ്പോൾ അവരുടെ കുടുംബത്തിലും അവർ വചനം പഠിപ്പിക്കും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ദൈവവചനം സത്യമാണ് പ്രിയമുള്ളവരെ. നമ്മളുടെ നടപ്പിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട് വിശ്വാസികളുടെ, അത് മാറ്റണം. അപ്പന്മാർ ഇവിടെ ഇല്ല എങ്കിൽ അമ്മമാർ ആ ദൗത്യം ഏറ്റെടുക്കണം. കാരണം അവർക്ക് ഫീഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വചനത്തിൽ അവരെ അഭ്യസിപ്പിക്കണം, വചനത്തിൽ നടക്കാൻ അവരെ പഠിപ്പിക്കണം. അത് മാത്രം പോരാ, പ്രാർത്ഥനയിലും അവരെ ശീലിപ്പിക്കണം. അതെങ്ങനെ? ഞാൻ പലപ്പോഴും വണ്ടറടിച്ച് പോകാറുള്ള ഒരു കാര്യമാണ്. പല വീടുകളിലും ചെന്നാൽ ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ പോലും മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. അതെന്താ? അതൊക്കെ കൊട്ടേഷൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? സ്ഥിരം കൊട്ടേഷൻ. അപ്പൻ ചെയ്തില്ലെങ്കിൽ ഭക്ഷണം ശുദ്ധീകരിക്കപ്പെടില്ല, മക്കളെ കൊണ്ട് ചെയ്യിക്കുകയുമില്ല. ഈ ശീലം സഭയിലും കടന്നു വരാറുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് എടുക്കാം. കുടുംബത്തിൽ മക്കളെ അഭ്യസിപ്പിക്കണം, അവർ പ്രാർത്ഥിക്കാൻ പഠിക്കണം. വല്ലപ്പോഴുമെങ്കിലും ഭവനങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ശീലമാക്കണം നമ്മൾ. കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണം, അവർ പ്രാക്ടീസ് ചെയ്യപ്പെടണം. അങ്ങനെ നാം ചെയ്താൽ അവരെവിടെ പോയാലും നിലനിൽക്കും. കാരണം അവർക്ക് ആവശ്യമായ പ്രാക്ടീസൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും എൻ്റെ മോനൊക്കെ കോയമ്പത്തൂർ പഠിക്കുന്നുണ്ട്. അവൻ താമസിക്കുന്ന അക്കോമഡേഷനിൽ നിന്ന് അവൻ പലരുടെയും സ്വഭാവങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. വാസ്തവത്തിൽ സങ്കടം തോന്നും. അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ വേറൊരു വ്യക്തിയാണ് ഇവർ. പറഞ്ഞു മനസ്സിലായല്ലോ? ഈ അപ്പൻ്റെ അമ്മയും നിൽക്കുമ്പോൾ കാണിക്കുന്ന ഭക്തി ഇത് കാണിക്കുന്ന ഭക്തിയാണ്, അല്ലാതെ റിയൽ ഭക്തിയല്ല. റിയൽ ഭക്തന്മാർ അവിടെ പോയാലും ഭക്തന്മാരായിരിക്കും. ഈ കാണിക്കുന്ന ഭക്തിയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകും. പിന്നെ ആള് വേറൊരു വെർഷനാണ്. ദുഃഖകരമായിട്ടുള്ള സത്യമാണ്. വിശ്വാസികളുടെ മക്കൾ പറയാൻ കൊള്ളില്ല, മദ്യപിക്കുന്നവർ വരെ ഉണ്ട്. എത്ര ദുഃഖകരമാണത്. അതെന്താ കാരണം? ഭക്തി അഭ്യസിക്കേണ്ട സമയത്ത് അഭ്യസിച്ചിട്ടില്ല. എബ്രായർ 11:7 നമുക്കൊന്ന് വായിക്കാം. ഞാൻ 2-3 വാക്യം ഇതിനുള്ള ബന്ധത്തിൽ വായിച്ച് മുന്നോട്ട് പോകാം. അതെ, നോഹയെ കുറിച്ച് നാം വായിക്കുന്നത് അങ്ങനെയാണ്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നോഹയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാരം തൻ്റെ കുടുംബത്തെക്കുറിച്ച് ആയിരുന്നു. നിങ്ങൾ ആ ടാസ്കിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഒരു നിസാര ടാസ്ക് അല്ല നോഹ എടുത്തത്. ഈ പെട്ടകത്തിൻ്റെ ഒരു റിപ്ലിക്ക അമേരിക്കയിലുണ്ട്. എനിക്കൊന്ന് കെൻഡക്കിയിലാണോ അതോ വൺ ഓഫ് ദ പ്ലേസ് സിൻസിനാറ്റിയിലാണോ, ഏതോ ഒരു ഭാഗത്തുണ്ട്. ഞാനത് പിന്നീട് വേണമെങ്കിൽ എൻ്റെ സ്ഥലം പറഞ്ഞുതരാം. ഒരു റിയൽ റിപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബിഗ് സൈസ്. ആ സാധനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര പണി അല്ല, വലിയൊരു ഉത്തരവാദിത്തമാണ്. വലിയ ഉത്തരവാദിത്തം. അന്ന് നമ്മൾ ഇന്ന് പറയുന്ന പോലെയുള്ള വലിയ വലിയ എൻജിനീയറിങ് ക്രമീകരണങ്ങളൊന്നും ഇല്ലാത്തൊരു ലോകമാണ്. പക്ഷെ ഇത്രയും മാസീവായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുവാനായി നോഹയെ പ്രേരിപ്പിച്ചത് ഒരു കാര്യമാണ്. എന്താണ് ആ കാര്യം? തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ. അവിടെ ടെസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത് ദൈവാത്മാവ് പറയാ, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം തീർത്തു ഭയഭക്തി കൊണ്ടിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അത്രയും വലിയ ടാസ്ക് ഒന്നും ദൈവം നമ്മൾക്ക് തന്നിട്ടില്ല. സ്തോത്രം. ഇനി ഒരു ബോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് അത്ര എളുപ്പമല്ല. ഇതൊരു വലിയ ഷിപ്പാണ് ഉണ്ടാക്കിയത് തൻ്റെ കുടുംബത്തിന് വേണ്ടി. അങ്ങനെയെങ്കിൽ നമ്മളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഉത്തരവാദിത്ത ബോധമില്ല എങ്കിൽ നോഹ നമ്മളെ കുറ്റം വിധിക്കില്ലേ? നോഹ കുറ്റം വിധിക്കും.
അതെന്താ? എനിക്ക് കിട്ടിയ ഭാരമൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. എന്നിട്ട് ഞാൻ ദൈവം പറഞ്ഞത് അനുസരിച്ചു. അതെന്തിനു വേണ്ടിയാ? എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മൾ ഉദാസീനത കാണിക്കാതെ മക്കളോടുള്ള ബന്ധത്തിൽ വളരെ ഉത്തരവാദിത്വബോധമുള്ളവരായിട്ട് തീരേണ്ടത് ആവശ്യമായി. എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ഫാമിലീസിനോട് ഞാൻ പറയാം, വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറയിൽ മക്കൾ വിശ്വാസത്തോടെ നിലനിൽക്കാൻ ഇടവരികയുള്ളൂ. ഇന്ന് പാപത്തിൽ വീഴാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാലഘട്ടമാണ്. കൈക്കുള്ളിലിരിക്കുന്നത് കൊണ്ട് ഒട്ടനവധി പാപങ്ങൾ ചെയ്യാം. പുറത്തിറങ്ങിയാൽ രഹസ്യത്തിൽ ഒട്ടനവധി പാപങ്ങൾ ചെയ്യാം. എന്നാൽ പാപം ചെയ്യാതെ ഒരു വ്യക്തിയെ നിലനിർത്തണമെങ്കിൽ ഒരേ ഒരു കാര്യമേ സാധിക്കുകയുള്ളൂ, അവൻ ഭക്തൻ ആയിരിക്കണം. ഭക്തന് മാത്രമേ പാപത്തെ വിട്ടൊഴിഞ്ഞിരിക്കാൻ ശക്തി ഉണ്ടാകുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ആ കെണിയിൽ വീണുപോകും. അതുകൊണ്ട് അവരെ അഭ്യസിപ്പിക്കേണ്ടത് ആവശ്യം. മറ്റൊരു വാക്യം, അപ്പോസ്തലപ്രവൃത്തി 10:2. അതെ. ഇനി അടുത്തൊരാളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാണ്. ഇത് കൊർന്നല്യോസ് എന്ന മനുഷ്യനാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും, രക്ഷിക്കപ്പെടുന്നവരെങ്ങനെ ഭക്തനായിട്ട് ജീവിക്കുക അല്ലേ? മക്കളെ ഭക്തി വളർത്താൻ പറയുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അങ്ങ് ഭക്തന്മാരാകും. അങ്ങനെയല്ല ഭക്തി. അത് കാണിക്കാൻ വേണ്ടി വാക്കിയെടുത്തത്. കൊർന്നല്യോസ് ദൈവഭക്തനും തൻ്റെ കുടുംബത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. ശ്രദ്ധിക്കുക പദം. കൊർന്നല്യോസ് ദൈവഭക്തനായിരുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ. പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ആയിരുന്നു. ഭക്തി എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടാലാണ് ഭക്തനായി തീരുക എന്നുള്ള ആശയമല്ല ഇവിടെ വരുന്നത്. ദൈവത്തോടുള്ള മനസാക്ഷി നിമിത്തം തെറ്റിൽ വീഴാതെ ജീവിക്കുന്നതിനെയാണ് ഇവിടെ ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഭക്തി കുഞ്ഞുങ്ങളിൽ നമുക്ക് നൽകാൻ കഴിയും. ബാലൻ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? നിന്റെ വചനപ്രകാരം അവനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഈ വചനം നമ്മൾ ബാലന് കൊടുക്കണം. അവൻ രക്ഷിക്കപ്പെടേണ്ട നാളിൽ രക്ഷിക്കപ്പെടും. പക്ഷേ അവൻ്റെ ബാല്യത്തിൽ നാം വചനം അവനിൽ കൊടുക്കുന്നുവെങ്കിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അവൻ പഠിക്കും. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അവൻ്റെ വഴികളെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വചനമാണ് അവനെ അതിന് സഹായിക്കുക. കൊർന്നല്യോസിനെ കുറിച്ച് പറയുന്നത്, കൊർന്നല്യോസ് രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പേ തന്നെ ദൈവഭക്തൻ ആണ്. പല നേരം താൻ പ്രാർത്ഥിക്കുന്നവനും ആണ്. പിന്നീടാണ് താൻ രക്ഷിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, മക്കളെ ഭക്തിയിൽ വളർത്തുവാൻ രക്ഷിക്കപ്പെടണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. വചനം അവനെ പഠിപ്പിക്കുക. വചനം അവൻ വിശ്വസിക്കുമ്പോൾ അത് അവന് ഭക്തിക്ക് കാരണമായിട്ട് തീരും. അവൻ അതിൻ്റെ പാതയിൽ നടന്നുകൊള്ളും. ഈ എക്സർസൈസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ദൈവവചനം നമുക്ക് സാക്ഷ്യമായിട്ട് നിൽക്കുകയാണ്. ഒന്ന് രാജാക്കന്മാർ 18:12 വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് നിർത്താം. 1 രാജാക്കന്മാർ 18:12. 1 രാജാക്കന്മാർ, മോനെ 2 രാജാക്കന്മാരാണോ എന്ന് സംശയം. 1 രാജാക്കന്മാർ 18:12 അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. തെറ്റാണോ ഞാൻ വായിച്ചത്? അവസാന ഭാഗം. ഓക്കെ. അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. ബാല്യം മുതൽ യഹോവ ഭക്തൻ. ഇതാരാ പറയുന്നത്? വളരെ ദൈവഭക്തനെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഏലിയാവിൻ്റെ കാലഘട്ടത്തിലും ഒക്കെ അനേക പ്രവാചകന്മാരെ ഒരു ഗുഹയിലാക്കി അവരെ സംരക്ഷിച്ച ആഹാബിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓബദ്യാവിനെ കുറിച്ചാണ് നമ്മൾ ഈ വായിക്കുന്നത്. ഓബദ്യാവ് അന്നെടുത്ത റിസ്ക് വളരെ വലിയ റിസ്ക് ആയിരുന്നു. ഇസബേൽ രാഷ്ട്രത്തിൽ യഹോവയുടെ സകല പ്രവാചകന്മാരെയും
കണ്ടുപിടിച്ചു കൊല്ലാൻ ഓർഡർ കൊടുത്തു. കണ്ടുപിടിച്ചു കൊല്ലാൻ. നിങ്ങൾ ആ ഭാഗം എടുത്ത് ശരിക്കും ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവൾ നോട്ടീസ് കൊടുത്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഓർഡർ കൊടുത്തിരിക്കുകയായിരുന്നു. യഹോവയുടെ പ്രവാചകന്മാർ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക, കൊണ്ടുവരാ, കൊല്ലുക. ഇതായിരുന്നു അന്നത്തെ ഓർഡർ. അങ്ങനെ നിശ്ചിതമായിരിക്കുന്ന കൽപ്പനയുള്ള രാഷ്ട്രീയമായ അന്തരീക്ഷത്തിൽ 50 വെച്ച് 2 സെറ്റ്, 2 പേരെ, 100 പ്രവാചകന്മാരെ ഗുഹകളിലാക്കി ഡെയിലി അവർക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്ത് അവരെ സംരക്ഷിച്ച മനുഷ്യനാണ് ഓബദ്യാവ്. വളരെ ഹൈ റിസ്ക് എടുത്ത മനുഷ്യനാണ്. അല്ലെങ്കിൽ തൻ്റെ തല പോകാനായിട്ട് അത് ധാരാളം മതി. പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്താ കാരണം? അടിയനോ ബാല്യം മുതൽ യഹോഭക്തനാണ്. എൻ്റെ ഭയം ആഹാബിനോടല്ല, എൻ്റെ ഭയം ഇസബേലിനോടല്ല, എൻ്റെ ഭയം യഹോവയോടാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? ബാല്യം മുതൽ യഹോഭക്തൻ. ഈ പദത്തിൻ്റെ പ്രസക്തി, ഒരു കുഞ്ഞ് അവൻ ബാല്യം മുതൽ ദൈവഭക്തനാണെങ്കിൽ അത് അവൻ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. ഈ ദൈവഭക്തി എന്നുള്ള വിഷയം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുവർത്തിച്ചു പോരാൻ തുടങ്ങിയാൽ അടുത്തത് ഞാൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എൻ്റെ സ്വന്തം കുടുംബത്തിലാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവർ ഭക്തന്മാരും ഭക്തമാരുമായിരിക്കണം. അവരെ വളർത്തിക്കൊണ്ടുവരണം. അതിന് നാം ചെയ്യേണ്ടത് അവരെ ദൈവവചനം നമ്മൾ പഠിപ്പിക്കണം. ഇത് നിർബന്ധമാണ്. ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ദൈവഭക്തിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ദൈവഭക്തനായിട്ട് നിങ്ങളിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബവും ഭക്തിയിൽ ജീവിക്കണം. പക്ഷെ അതിന് അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വചനം അവരെ പഠിപ്പിക്കണം. അതിന് നിങ്ങൾ വചനം ആദ്യമേ പഠിക്കണം. എന്നിട്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന, വൈകിട്ടത്തെയും രാവിലത്തെയും പ്രാർത്ഥന, അത് വചന പഠനമായിരിക്കട്ടെ. ഞാൻ അപ്പം ചിന്തിക്കും, അത്ര നേരമൊക്കെ ഇരിക്കുക. എൻ്റെ സഹോദര സഹോദരി, ഒരു 2-3 ആലോചനകൾ പറയാൻ ഒരു 5 മിനിറ്റ് മതി. വായിച്ച് പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂർ അത് മതി. 20 മിനിറ്റ് അത് മതി. പക്ഷെ വചനം പഠിപ്പിക്കണം. അവർ രാവിലെ തന്നെ വചനം കേട്ടുകൊണ്ട് വേണം ഭൂമിയിലേക്ക് ഇറങ്ങി പോകുവാൻ. സന്ധ്യയിൽ അവർ കടന്നു വരുമ്പോൾ അവർ വചനം കേട്ടിട്ട് വേണം ഉറങ്ങാൻ പോകുവാൻ. ഐശ്വര്യമായിട്ട് ദൈവവചനം നമ്മിൽ ഇരിക്കുമ്പോഴാണ് പാപം ചെയ്യാതെ അവർ ജീവിക്കുക. നമ്മളുടെ ഇടയിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അനന്തരഫലമാണ് ദൈവമക്കളുടെ ഇടയിൽ നിന്നുള്ള കൊഴിച്ചിൽ. കൊഴിഞ്ഞു പോവുകയാണ് മക്കൾ, വിശ്വാസം വിട്ട്. കാരണം ഭക്തിയോടെ അവരെ നടത്തിയില്ല. ഈ തെറ്റ് നമ്മൾക്കുണ്ടാകാൻ ഇനിയും സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ കുടുംബങ്ങൾ തത്വത്തിൽ വചന പഠനശാലകളായിട്ട് മാറട്ടെ. അതിനായിട്ട് നമ്മളൊന്ന് ഒരുങ്ങുക ആദ്യമേ. എന്നിട്ട് നമ്മുടെ മക്കൾക്കത് പകർത്തു കൊടുക്കുക. ഞാൻ പറയാം, അനുഗ്രഹം കുടുംബത്തിൻ്റെ മധ്യം ഉണ്ടാകുന്നത് അപ്പോഴാണ്. യഹോവയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൻ്റെ മധ്യം ഉണ്ടാകും. നമ്മൾ മാതൃകാപരമായി മക്കളെ വളർത്താൻ തുടങ്ങുമ്പോൾ അതാണ് ദൈവഭവനം, അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അത് പാലിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.